മധ്യപ്രദേശിലെ ഭോപ്പാലിൽ +2 വിദ്യാർത്ഥിനിയെ ആശുപത്രിക്കുള്ളിൽ വെച്ച് കഴുത്തറുത്തു കൊന്നു. നർസിംഗ്പൂരിലെ ജില്ലാ ആശുപത്രിയിലാണ് സംഭവം. നർസിംഗ്പൂർ സ്വദേശിനിയായിട്ടുള്ള സന്ധ്യ ചൗധരിയാണ് കൊല്ലപ്പെട്ടത്. പ്രതിയായ അഭിഷേക് കോഷ്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പെൺകുട്ടിയും പ്രതിയും സുഹൃത്തുക്കളായിരുന്നുവെന്നും മറ്റൊരാളുമായി അടുപ്പമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിന് കാരണമായതെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. കഴിഞ്ഞ ദിവസം പട്ടാപ്പകലാണ് ആശുപത്രിക്കുള്ളിൽ അതിക്രൂരമായ കൊലപാതകം അരങ്ങേറിയത്. ആശുപത്രി അധികൃതരടക്കം നോക്കി നിൽക്കുകയായിരുന്നു ക്രൂരമായ കൊലപാതകം. പെൺകുട്ടിയെ നിലത്തേക്ക് തള്ളിയിട്ട പ്രതി അഭിഷേക് തുടർന്ന് കഴുത്തറുക്കുകയായിരുന്നു. കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നുണ്ട്. ഒരു ഡോക്ടറാണ് ദൃശ്യങ്ങൾ പകർത്തിയതെന്നാണ് റിപ്പോർട്ട്. പ്രസവ വാർഡിൽ കഴിയുന്ന സുഹൃത്തിന്റെ ബന്ധുവിനെ കാണാനാണ് സന്ധ്യ ചൗധരി സംഭവ ദിവസം ജില്ലാ ആശുപത്രിയിലെത്തിയത്. ഉച്ചയോടെ പ്രതി അഭിഷേകും ആശുപത്രിയിലെത്തി. ഉച്ചയ്ക്ക് 2:30 ആശുപത്രിയിലെ ട്രോമ സെന്ററിൽ വെച്ചാണ് പെൺകുട്ടിയെ അഭിഷേക് കണ്ടത്. തുടർന്ന് അല്പനേരം ഇരുവരും സംസാരിക്കുകയും തൊട്ടു പിന്നാലെ പെൺകുട്ടിയെ ആക്രമിച്ച് കഴുത്തറുത്തു കൊല്ലുകയുമായിരുന്നു. സംഭവ സമയം 2 സുരക്ഷാ ജീവനക്കാരും മറ്റ് 2 ജീവനക്കാരും രോഗികളും കൂട്ടിരിപ്പുകാരും ഉൾപ്പെടെ കെട്ടിടത്തിലുണ്ടായിരുന്നു. ഒടുന്നനെയുള്ള ആക്രമണം കണ്ട് എല്ലാവരും നടുങ്ങി നിന്നു. പെൺകുട്ടിയെ കൊന്ന ശേഷം പ്രതി അഭിഷേക് സ്വയം കഴുത്തിൽ മുറിവേൽപ്പിക്കാനും ശ്രമിച്ചു. തുടർന്ന് ഇയാൾ ബൈക്കിൽ കയറി രക്ഷപ്പെട്ടെങ്കിലും 1 മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസ് പ്രതിയെ പിടികൂടി. 2 വർഷം മുൻപ് സാമൂഹിക മാധ്യമത്തിലൂടെയാണ് ഇരുവരും സൗഹൃദത്തിലായത്. എന്നാൽ കഴിഞ്ഞ ജനുവരി മുതൽ സൗഹൃദത്തിൽ വിള്ളലുണ്ടായി. സന്ധ്യ ചൗധരിക്ക് മറ്റൊരാളുമായി അടുപ്പമുണ്ടെന്ന് അഭിഷേക് സംശയിച്ചു. ഇതാണ് പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ കാരണമെന്ന് പോലീസ് പറയുന്നു. കൊലയ്ക്ക് ശേഷം ജീവനൊടുക്കാനായിരുന്നു ഇയാളുടെ പദ്ധതി. നർസിംഗ്പൂർ സ്വദേശിനിയാണ് 19-കാരിയായ സന്ധ്യ ചൗധരി. പ്രതി അഭിഷേക് കോഷ്ടിയെ കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, News 18.